are going on with our production. അപ്പോൾ 5S ചോദിക്കാം, 6 Sigma ചോദിക്കാം. അപ്പോൾ Sairis 8 and CISO 6. അപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ റിവൈസ് ചെയ്യാം, എന്താണോ IST-യിൽ പഠിച്ചത് ലീൻ മാനുഫാക്ചറിങ്ങിനെ പറ്റി അതൊന്ന് റിവൈസ് ചെയ്യാം. ഇത്രയാണ് മോഡ്യൂൾ 2-ൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളായിട്ട് വരുന്നത്. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് SQM, സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജ്മെന്റ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി, QFD, ഇത് QFD എന്ന് തന്നെ പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒബ്സ്റ്റക്കിൾസ് ഫോർ അച്ചീവിങ് സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജ്മെന്റ്, അത് അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതിരിക്കുക, ഒരു റെസ്ട്രിക്ഷൻസ് വരിക, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വരുന്നേക്കാം നമ്മൾ ഈ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. അതും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വി ആർ ഹാവിങ് പ്രോബ്ലംസ് ഇൻ ഐഡന്റിഫൈങ് കസ്റ്റമർ നീഡ്സ്. നിങ്ങളുടെ കസ്റ്റമേഴ്സ് കുറെ പേരുണ്ട്, അവരുടെ നീഡ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, ക്വാളിറ്റി കൾച്ചർ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, ലീഡർഷിപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഇല്ല. അവർ പറയാണ് ഇത് ഇങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയാണ്, ഒരു ഓട്ടോക്രാറ്റിക് ടൈപ്പ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ക്വാളിറ്റി ഈ സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജ്മെന്റ് സക്സസ്ഫുൾ ആവില്ല. എംപ്ലോയീസിന്റെ കമ്മിറ്റ്മെന്റ് വേണം, പ്രോപ്പറായ കമ്മ്യൂണിക്കേഷൻ വേണം, ഹ്യൂമൻ റിസോഴ്സസിന് ട്രെയിനിങ് കൊടുക്കണം, പ്ലാനിങ് ചെയ്യണം, നല്ലൊരു ലീഡർഷിപ്പ് വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ആവും. അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ കേസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, ലീൻ നിങ്ങൾക്കറിയാം, ലീൻ മാനുഫാക്ചറിങ്. സപ്ലയർ സെലക്ട് ചെയ്യുമ്പോഴും ഈ ക്വാളിറ്റീനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓഫ് മോഡ്യൂൾ 2. സോ just revise lean manufacturing from the 5th semester. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.